കണ്ടോ, ഇതൊക്കെ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സാണ്. ഇതൊക്കെ നല്ല രീതിക്ക് എനിക്ക് ലൂസായി, ഇത്രയും ലൂസായിട്ടുണ്ട്. ഇഞ്ചസ് ലൂസ് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ തോർന്നേ ഉള്ളൂ. ഓണാവാറാകുമ്പോഴത്തേക്ക് മഴ ഞാൻ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കാൻ തോന്നാം. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ആൻഡ് ഡേ വിത്ത് മീ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നോക്കിയാൽ മതി എന്താണെന്നുള്ളത്. കാരണം ലഞ്ച് ഓൾറെഡി അമ്മ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അച്ഛന് പോകേണ്ടത്. കാരണം ഇപ്പോൾ സമയം 7 മണിയായിട്ടുള്ളൂ. ഉച്ചയ്ക്കുള്ള ചോറായി, മീൻകറിയായി, തോരനായി, മോര് കൂട്ടാനുമായി. അപ്പോൾ എനിക്ക് ഇനി രാവിലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം സെറ്റ് ചെയ്താൽ മതി. ഇന്ന് രാവിലെ ഇവിടെ അവിൽ നനച്ചതാട്ടോ. നമുക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇവിടെ അച്ഛനമ്മയ്ക്കല്ല പിന്നെ എൻ്റെ സാധനം വേണമെന്നുള്ളത്. സോ എനിക്കും അങ്ങനെ നിർബന്ധമില്ല. അപ്പോൾ ഇന്ന് രാവിലെ അവിൽ നനച്ചതാണ്. ഇന്നലെ അവിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മാത്രം ഇനി സെറ്റ് ചെയ്താൽ മതി. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ എന്തെങ്കിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം. അമ്മ നല്ല അടിപൊളിയായിട്ട് മീൻകറി ഉണ്ടാക്കും. എനിക്കൊരു നമ്മുടെ ഇരുമ്പമ്പുളി ഇട്ട മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും കുഞ്ഞിക്കുഴുവായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ രാവിലത്തെ ഉച്ചക്കത്തേക്കുള്ള ഫുഡാക്കുങ്ങൾ ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് വയ്ക്കും. തേങ്ങയൊക്കെ ചിരണ്ടി വയ്ക്കുകയാണെങ്കിൽ ചിരണ്ടി വയ്ക്കും. പിന്നെ തോരൻ എന്തെങ്കിലും അരിഞ്ഞ് വെക്കാനൊക്കെ അരിഞ്ഞ് കൊടുക്കും. എല്ലാം ഒതുക്കി കൊടുക്കും. പിന്നെ രാവിലെ കഴിഞ്ഞിട്ട് അമ്മ ജസ്റ്റ് കുക്ക് ചെയ്യേണ്ട ഒരു ഇതേ ഉള്ളൂ. ഞാൻ അങ്ങനെ അധികം അമ്മ ഇവിടെ ഒരു 4:30 ആകുമ്പോൾ എഴുന്നേക്കും. എനിക്ക് രാവിലത്തെ ടൈമിൽ എഴുന്നേക്കാൻ പറ്റില്ല. എനിക്ക് രാവിലെ കഴിഞ്ഞിട്ട് എനിക്ക് തലവേദന വരുന്നൊരു അസുഖമുണ്ട്. അതുകൊണ്ട് രാവിലെ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഞാനൊരു 6 മണി 6:30 ആ ടൈം ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. പിന്നെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇൻ കേസ് ഇപ്പം അച്ഛന് പോകണ്ട എന്നാണെങ്കിൽ കുഴപ്പമില്ല. നോർമലി ഇന്നലേക്ക് അച്ഛന് പോകണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തൊരു 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റു. പിന്നെ മെല്ലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയായി. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഊണിൻ്റെ പരിപാടിയൊക്കെ നോക്കി മെല്ലെ അങ്ങോട്ട് നോക്കിയാൽ ഇപ്പം അച്ഛന് ഡ്യൂട്ടിക്ക് ജോലിക്ക് കൊണ്ടുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം അച്ഛൻ 8 മണിയാകുമ്പോഴത്തേക്കും പോകണം. പിന്നെ അച്ഛൻ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാറ്. ഇതാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു സെൽഫ് ഇൻട്രോ ആയിരിക്കും. ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് എവിടെയാണെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് ജോബ് ഒന്നും ഇല്ലേ എന്നുള്ളത്. അത് ആക്കി ചോദിച്ചതാണോ കാര്യമായിട്ട് ചോദിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്തായാലും നിങ്ങൾ കണ്ടിന്യൂസ്ലി കാര്യങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയണമല്ലോ. വേറെ ഒരു ജോലിയും കൂടി ഇല്ലാണ്ടല്ല ഞാൻ ഈ വീഡിയോ ഇടണേ എന്നുള്ളത്. വേറെ വേണമെന്നൊന്നില്ലേ എന്നൊക്കെ വിചാരിക്കും. സ്വാഭാവികം കമൻ്റ് ഇട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇറ്റ്സ് ദെയർ റൈറ്റ്. കമൻ്റ് ഇടുക എന്നുള്ളത് ഓരോരുത്തരുടെ അവകാശമാണ്. അതിനൊന്നും ആർക്കും കുറ്റം പറയാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനായാലും വീഡിയോസ് കാണുമ്പോൾ നല്ലതാണ് ഈ കമൻറ്റ് ഇടും. ഇതായിട്ട് നെഗറ്റീവ് കമൻറ്റ് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഇട്ടിട്ടില്ല. അവിടെ നമ്മുടെ ഒരു റെഡ് ലേഡി ഉണ്ട് കേട്ടോ. ഒരു കിളി ഇപ്പോൾ പറഞ്ഞു അയാൾ എനിക്ക് തോന്നുന്നു അതും കുത്തി തിന്നിട്ടുണ്ടാവും. റെഡ് ലേഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. കളറ് മാറുമ്പോഴത്തേക്കും തന്നെ ഈ കിളികളൊക്കെ ഭയങ്കരമായിട്ട് കണ്ട് കൊത്തി തിന്നും. 3 പപ്പായാണ് കിളി റെഡ് ലേഡി കൊത്തി ഷാപ്പിട്ടത്. പോയി നോക്കണം അതിക്ക്. അവിടെ തന്നെ അമ്മ അടിപൊളി മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കൊഴുവ. ഇവിടെ ചൂടാന്ന് പറയും കേട്ടോ ഇതിന്. പിന്നെ ഇതിനകത്ത് അമര തോരൻ. ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ തോരൻ ഇങ്ങനെ തേങ്ങയൊക്കെ ഒതുക്കിയിടും. അപ്പോൾ എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കും രാവിലെ വൈകിട്ടും അങ്ങനെ. പിന്നെ എൻ്റെ ഹോം ടൂർ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ പൂജാമുറി പുറത്താണ്. ഈ നാട്ടിൽ പിന്നെ വേറൊരു പ്രത്യേകത എന്താ പറയുക, പൂജാമുറി എല്ലാവരും വീടിൻ്റെ പുറത്ത് ഒരു സെപ്പറേറ്റ് റൂമായിട്ട് പണിയും. വീടിൻ്റെ ഉള്ളിലല്ല. എൻ്റെയൊക്കെ വീട്ടിലൊക്കെ വീട്ടിലുള്ള എറണാകുളം ആ സൈഡ് ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് പരിചയമുള്ള കോഴിക്കോട്, കണ്ണൂർ അവിടേക്കാണെങ്കിൽ നോർമലി പൂജാമുറി വീടിനുള്ളതായിരിക്കും. ഈ പത്തനംതിട്ട ഈ ഏരിയയിലൊക്കെ ഇവരുടെ കസിൻസിൻ്റെ ആയാലും എല്ലാവരുടെയും വീട്ടിൽ ഞാൻ കണ്ടേക്കാന്ന് വെച്ചാൽ പൂജാമുറി വീടിനോട് ചേർന്നിട്ടൊരു റൂം പണിയും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെയാണ് അവരെവിടെയാണ് പൂജ മീൻസ് പ്രാർത്ഥിക്കാറും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഞാൻ ആലോചിച്ച് പൂജ ആണെങ്കിൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പീരീഡ്സൊക്കെ ആവുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടോട്ട് ആ വഴി പോകില്ലെങ്കിൽ അശുദ്ധിയൊന്നും ആവണ്ടല്ലോ. സെപ്പറേറ്റാണ്. എല്ലാം കൊണ്ടും ഒരു നല്ലതാണ്. ഇപ്പോൾ ആ വഴി ഞങ്ങൾ പോയി ഇപ്പോൾ കുളിച്ച് ഇപ്പോൾ അത് അമ്മ പുറത്തൊരു ബാത്റൂം ഉണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് അമ്മ ആ വഴി പോയി തൊഴുത് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അതെനിക്കൊരു ഇതായിട്ട് തോന്നി. അതൊരു അടിപൊളി പരിപാടിയാണ് പുറത്ത് പൂജാമുറിയാക്കണത്. ഇവിടെയുള്ള എല്ലാവരും അങ്ങനെ ഒരു സെപ്പറേറ്റ് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ദിവസം വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം, ആരെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ശർക്കര കുറച്ച് ചെയ്യുള്ളൂ കേട്ടോ. അവിലും
തേങ്ങ ഇട്ടിട്ടുണ്ട്. ശർക്കര ഇനി ഇടണം. ശർക്കര കുറച്ച് ഇടണുള്ളൂ. രാവിലെ തന്നെ അധികം മധുരം വേണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് പേരിന് പിന്നെ ഒരു 2-3 ഏലക്കയും കൂടി പൊടിച്ചിടാമെന്ന് വിചാരിക്കണം. എൻ്റെയൊക്കെ ചെറുപ്പത്തിലില്ലേ എൻ്റെ അമ്മമ്മയൊക്കെ എനിക്ക് അവിൽ വിളയിച്ചിട്ട് തരും. ഇങ്ങനെ അവൾ നനയ്ക്കാണ്ട് ഇങ്ങനെ ശർക്കര പാവൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സെറ്റാക്കിയിട്ടൊക്കെ തരും. അതിനകത്ത് എന്ത് ചെയ്യുക വെച്ചാൽ പൊട്ടുകടല ഇല്ലെങ്കിൽ കുറച്ചും കൂടി റിച്ച് ആക്കാനായിട്ട് കശുവണ്ടി ഒക്കെ ഇടും. അപ്പോൾ നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് കടി കിട്ടുമ്പോഴല്ലോ ഭയങ്കര ടേസ്റ്റാണ് ആ സാധനത്തിന്. അതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഫെയിലറായി പോയിട്ടുള്ളൂ കേട്ടോ. അതെങ്ങനെ ആക്കണമെന്നല്ല, കാരണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചില അവിൽ ഭയങ്കര സോഫ്റ്റായിരിക്കും, ചില അവിൽ ഭയങ്കര പാടാണ്. ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ മേടിക്കുന്ന അവിലൊക്കെ ഭയങ്കര കട്ടിയാകുമ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറയും മുഖവ്യായാമത്തിന് കഴിക്കുക ഈ അവിൽ നനച്ചതെന്ന് പറയും. ചിലത് ഭയങ്കര സോഫ്റ്റും ചിലതുണ്ട്. അതെന്തോ ഒരു അവിലുണ്ടെന്ന് തോന്നുന്നു. അത് വെള്ള അവിലും ഈ പറഞ്ഞ പോലെ ചുമന്ന അവിലോ അങ്ങനെ എന്തൊരു സൈസ് അവിലുണ്ട്. എനിക്കിഷ്ടം കേട്ടോ അവിൽ നനച്ചത്. പണ്ടേ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിലർ ഈ അവിൽ നനച്ചത് എന്തിടുന്ന് പറയുമോ, ചെറിയുള്ളി ഇടും, പിന്നെ പഴം അരിഞ്ഞതിടും, പിന്നെ എന്തിടുക, ഏലക്ക, അങ്ങനെ കുറച്ചും കൂടി റിച്ചാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്നൊക്കെ ഇടും. ഞാനൊക്കെ നോർമലി ശർക്കരയും പിന്നെ ഇത് ഇടാറ്, ഏലക്ക സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടും. ചില സമയം വല്ല മൂടുള്ളപ്പോൾ വീട്ടിൽ അവൈലബിളൊക്കെ ആണെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇടും. പൊട്ടടല കിട്ടുകയാണെങ്കിൽ അത് ഇതൊക്കെ ഇടും. പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ കഴിച്ചിട്ട് അവർ നല്ല ഹെൽത്തൊക്കെ ഇപ്പോൾ നല്ല ഗുമ്മിരിക്കാറ്. നമ്മളിപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഭയങ്കര പോറായി, ഞാനുൾപ്പെടെ. കാരണം നമ്മൾ ചിലപ്പം തന്നെ നമുക്ക് അവൈലബിൾ ആയിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പണ്ടത്തെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ എന്താ കപ്പ, ചേന, കാച്ചിൽ, അതൊക്കെ. എൻ്റെ അച്ഛൻ്റെയൊക്കെ വീട്ടിൽ ഞാനൊക്കെ പണ്ട് വെക്കേഷന് നിൽക്കാൻ പോകുമ്പോൾ എൻ്റെ അച്ഛനുള്ള ടൈമിൽ ഭയങ്കര എപ്പോഴും വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചായയൊക്കെ ഇപ്പം പുഴുക്കുണ്ടാക്കും. ഓരോ ദിവസം ഓരോയിരിക്കും. ചിലപ്പോൾ ചെറുപയറും പച്ചക്കായും പുഴുക്കായിരിക്കും, ഇല്ലെങ്കിൽ കടലയായിരിക്കും, ഇല്ലെങ്കിൽ ചപ്പപ്പുഴുക്ക്, ഇല്ലെങ്കിൽ കപ്പപ്പുഴുക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അച്ചാച്ചൻ നിർബന്ധം. അച്ചാച്ചനൊക്കെ ഉള്ള സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറാവുന്നേക്കാളും മുന്നേ കഞ്ഞി ഒഴിയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനൊക്കെ അരത്തണ്ണയിലൊക്കെ ഇരിക്കും. വർക്ക് ചെയ്ത പോലത്തെ അരത്തണ്ണയിലൊക്കെ ഇരുന്നിട്ട് ഒരു പ്ലേറ്റിലിട്ട് കഞ്ഞി, അച്ചാർ, പിന്നെ നമ്മൾ ഇച്ചിരി നെയ്യും കൂടി ഇടും. അവിടെ അച്ചമ്മ നെയ്യൊക്കെ ഉണ്ടാക്കും. അവൾക്ക് അവിടെ പശു ഉണ്ടായിരുന്നു. അപ്പോൾ പാല്, നെയ്യ് അതിനൊക്കെ നല്ല ഒരു ക്ഷാമം ഉണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, അതൊരു ഒന്നൊന്നര ടേസ്റ്റായിരുന്നു. അതൊക്കെ ഇപ്പം നൊസ്റ്റാൾജിയെന്ന് പറയാം. അച്ചാച്ചൻ മരിച്ചു പോയി, ഇപ്പോൾ ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ തറവാട്ടിലായിരുന്നു താമസിക്കുന്നില്ല, അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്, തൊട്ടടുത്ത് തന്നെയാണ്. ഭയങ്കര രസമായിരുന്നു പണ്ടത്തെ ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ. എൻ്റെ അനിയത്തിക്കൊന്നും അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ പറയും, അവൾക്ക് ഒന്നും എൻജോയ് ചെയ്യാനുള്ളൊരു അവസരം പോലും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അനിയത്തി നമ്മൾ 15 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നാട്ടിലങ്ങനെ അധികം പോയിട്ടില്ല. അപ്പോഴത്തേക്കും പല മാറ്റങ്ങളും വന്നു. അപ്പോഴത്തേക്കും ഉണ്ടായിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അമ്മയുടെയൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ചെറിയ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും അതെ ഫുൾ ടൈം തോട്ടിലൊക്കെ ആയിരിക്കും അലക്കും കുളിയൊക്കെ. എൻ്റെ ഒരു കസിനുണ്ട് ശ്രുതി, ഞാനും അവളൊക്കെ തോട്ടിൽ അലക്കാമെന്നൊക്കെ പറഞ്ഞ് പോയാണ്ടല്ലോ, ലാസ്റ്റ് വീട്ടിൽ നിന്ന് ചേച്ചിയൊക്കെ വടി എടുത്തുകൊണ്ട് വരും വീട്ടിൽ കയറാൻ പറഞ്ഞിട്ട്. അമ്മയുടെ വീടിൻ്റെ താഴെ തന്നെ ഒരു തോടുണ്ട്. പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്യേണ്ടത് കുറച്ചും കൂടി വലിയ തോടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകും. ഭയങ്കര രസമാണ്. റോഡ് ക്രോസ് ചെയ്ത് വാഴത്തോട്ടമായിരിക്കും, വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നടക്കണം. ഇങ്ങനെ എന്താ പറയുക, അയ്യോ പേര് പറഞ്ഞാൽ എന്താ ഈ പറയുക, ഈ വരമ്പിലിങ്ങനെ, അയ്യോ ഗൈസ് എനിക്ക് അതിൻ്റെ പേര് കിട്ടില്ല, ഈ മരമൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ പൊക്കത്തോടെയൊക്കെ വേണം പോകാനായിട്ട്. തോട്ടിൻ്റെ ഇങ്ങനെ ഒരു അടിയിൽ വെള്ളം പോകും, പൊക്കത്തിൽ ബ്രിഡ്ജ് പോലെ വെക്കൂലേ, അതിന് എന്തൊരു പേര് പറയാമായിരുന്നു മലയാളത്തിൽ, ഞാൻ മറന്നുപോയി. അതൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ പൊക്കത്തൂടെയൊക്കെ നടന്നിട്ടൊക്കെ വേണം ഇരുന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഭയങ്കര രസമായിരുന്നു. അയ്യോ, അന്ന് നാട്ടിൽ പോകുമ്പോൾ ഞങ്ങളെല്ലാവരെയും തുണിയെടുത്തോണ്ട് പോകും അലക്കാൻ. ഇല്ലെങ്കിൽ അലക്കാത്ത ആൾക്കാരാണ് കേട്ടോ. എന്താ മീനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോട്ടിൽ കിടന്ന് നടന്നാൽ മതി. അതായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാൻ അതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. നല്ല രസമായിരുന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യണം. ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിലായാലും തറവാട്ടിലാരും ഇല്ല, അമ്മയുടെ വീട്ടിലായാലും തറവാടില്ല, തറവാടൊക്കെ പോയിട്ട് ഓരോരുത്തരും ഓരോ വഴിക്കായി. അതൊക്കെ
ഇനിയിപ്പം മെമ്മറീസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെയൊക്കെ നാളെ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഈ പരിപാടിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാകുന്നില്ല. അതൊക്കെ മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മളുടെ സാധനം റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ല, മധുരം കുറച്ച് കൂടി പോയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി അവലെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അവലെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇവർ നമ്മുടെ രാവിലത്തെ വിസിറ്റേഴ്സാണ്. എല്ലാ ദിവസവും രാവിലെ ഉണ്ടാവും. നമ്മൾ മലബാർ ഏരിയയിലൊക്കെ ഇതിന് ചവേലാടിച്ചി എന്ന് പറയും. ഇവിടെയൊക്കെ വേറെന്തോ പേരാണ് പറയുന്നത് കേട്ടോ. ഈ കിളിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് തോന്നുന്നു. എപ്പോഴും പേരായിട്ടിരിക്കത്തുള്ളൂ. പണ്ട് കുറേ പേരുണ്ട്. ഇത് ഇവിടെയൊക്കെ ഉണ്ടാകുന്നല്ലോ. അതേ ഇരിക്കണം. ഇതിങ്ങനെ ചിലന്നിങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ചവേലാടിച്ചിന്ന് പേരിട്ടത്. നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. സുഹൃത്തുക്കൾ ഇന്ന് വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്കും വരും. 5 അല്ല 6 മണിയാകുമ്പോഴത്തേക്കും വരും. ഞാൻ വീടിൻ്റെ ഫ്രണ്ടേഷന് എന്താ ഈ പറയുന്നത്, വെള്ളി മൊത്തം ഫ്രണ്ട് പോഷൻ മഴയൊക്കെ പെയ്തതിൻ്റെ ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ആ റോട്ടിലൊക്കെ അടിപൊളി വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഇന്ന് മഴ ദിവസമാണെന്ന് തോന്നുന്നു. അലമ്പ് ദിവസം ഇന്ന്. ഈ ഓണത്തൊക്കെയുള്ള കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്യുന്ന ആലോചിക്കണം. എൻ്റെ വീടിൻ്റെയൊക്കെ അവിടെ തൃപ്പൂണിത്തുറയൊക്കെ ആണെങ്കിൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പൂക്കളുടെ മേളമായിരിക്കും. പൂക്കൾ മാത്രമല്ല, ഇപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓണത്തപ്പനെയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാവേലിയുടെയൊക്കെ അടിപൊളി നല്ല രസമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റിനുണ്ടെന്ന് തോന്നുന്നു. 200 മേലെയൊക്കെ ഉണ്ടാവും. ഇവിടെ പത്തനംതിട്ട ഇവിടെ ഓണത്തപ്പന വെക്കുന്ന പരിപാടിയില്ല കേട്ടോ. എറണാകുളം സൈഡിലൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അവിടെ പൂക്കളൊക്കെ ഇടുമ്പോൾ ഓണത്തപ്പനൊക്കെ വെക്കും. ഇവിടെ അങ്ങനത്തെ പരിപാടിയില്ല. ഇവിടെ ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോഴത്തേക്കും ഒരു വീട്ടിൽ പൂക്കളോട് കണ്ടിട്ടില്ല. ഞാൻ കാണാത്തോണ്ടാണെന്ന് പറയാൻ പാടില്ല. ഞാൻ പോയ വീടുകളിൽ ഉണ്ടായിട്ടൊന്നുമില്ല. സാധാരണ അവിടെയൊക്കെ 10 ദിവസം പൂക്കളോടില്ല. ഇവിടെ അങ്ങനെ പൂക്കളൊന്നും ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്, ഓരോ കൾച്ചർ. ചിലർ പൂക്കളിടും, ചിലർ പൂക്കളിൽ ഇവിടെ ഓണത്തപ്പന വയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തരുടെ സ്റ്റാറ്റസൊക്കെ ഫുൾ നമ്മുടെ ഇതാണ്. ഓണ സെലിബ്രേഷൻ, ഓണസാരി, ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് അത് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. കഴിഞ്ഞ വർഷം ഞാൻ ജോലി ചെയ്തപ്പോൾ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഐലൻഡ് ഓഫീസിലായിരുന്നു. സദ്യയൊക്കെ ഉണ്ടായിരുന്നു. തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു തോന്നണം. സദ്യയൊക്കെ അടിപൊളി സദ്യയായിരുന്നു. എല്ലാവരും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അത് മിസ് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം ലെറ്റ്സി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിലാട്ടോ. ഞാൻ പറഞ്ഞത് എന്നെപ്പറ്റി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാനുള്ളത്. സോറി ഗൈസ്, വീഴുങ്ങോട്ടേട്ടാ. ഞാൻ 2019 ഞാൻ ജോലിക്ക് കയറിയതാണ്. എന്നിട്ട് പിന്നെ 2024 ആയപ്പോഴത്തേക്കും ജോലി റിസൈൻ ചെയ്തു. വേറൊന്നുമല്ല, ഏപ്രിലായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഇവിടെ ഗണേഷിൻ്റെ വീട് പത്തനംതിട്ടയാണ്. പുള്ളിക്കാരൻ പുറത്താണ് ജോലി ചെയ്യുന്നത്, റിയാദിലാണ്. അപ്പോൾ അത് കാരണം ജസ്റ്റ് കുറച്ചൊരു ബ്രേക്ക് എടുത്തുള്ളൂ. കല്യാണം കഴിഞ്ഞ ആ ടൈം ആയപ്പോഴത്തേക്കും ജോലി റിസൈൻ ചെയ്താണ്. കുറച്ചൊരു ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്തു. ബട്ട് ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. എനിക്ക് ചെയ്യണമെന്നില്ല ജോലി റിസൈൻ ചെയ്തത്. എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും ജോലി നോക്കിയിട്ട് പോയിക്കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെയ്യണമെന്നില്ല. പിന്നെ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് മിങ്കിളായി അവരുടെ കൂടെ കുറച്ച് നാൾ നിൽക്കണം എനിക്കുണ്ട്. പുറത്ത് ജോലി കിട്ടിയാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ജോലിയില്ല ആൾക്കാർ. അതുകൊണ്ടാണ് ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അമ്മു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ ചോദിച്ചായിരുന്നു, ചേച്ചിക്ക് ജോബ് ഒന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് എനിക്ക് ജോലിയില്ല. ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണം. അത് കാരണം എനിക്ക് ഫുൾ ടൈം എനിക്ക് സമയമുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. സോ അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കണം. അതാണ് റീസണിൽ എൻ്റെ കറണ്ട് അപ്ഡേറ്റ്. ഓക്കെ, അപ്പം ഞാനൊന്ന് കഴിച്ചിട്ട് തരാം. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ മാറിയിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ണെഴുതാനായിട്ട് ഞാൻ കണ്ണെഴുതാൻ തുടങ്ങിയത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് കണ്ണെഴുതാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ കണ്ണെഴുതത്തില്ലായിരുന്നു. BCom ഒക്കെ പോയി തുടങ്ങിയപ്പോഴാണ് കണ്ണെഴുതാൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ബൈ ദ ബൈ കമ്മിങ് ടു മൈ മാറ്റർ. അപ്പോൾ ഞാൻ എറണാകുളംകാരിയാണ്. ബേസിക്കലി കല്യാണം കഴിച്ചാണ് ഇവിടെ പത്തനംതിട്ട വന്നത്.
കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 മാസം, ഏപ്രിലായിരുന്നു കല്യാണം. എൻ്റെ കെട്ടിയൻ അബ്രോഡിലാണ്. കല്യാണത്തിന് മുന്നേ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ലോജിസ്റ്റിക്സ് ഫീൽഡിലാണ് ചെയ്തത്. ഞാൻ MCOM പഠിച്ചത് നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു. സ്കൂളിങ്സൊക്കെ ചെയ്തത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളാണ്, MGP സ്കൂള്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നെ പറ്റിയിട്ട് പറയാനുള്ളത്. അങ്ങനെ കല്യാണം കഴിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് പത്തനംതിട്ടക്കാരി ചെയ്ത് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് റാഗി ദോശയാണിത്. മുഴുവൻ റാഗിയും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മുഴുവൻ റാഗിയും ചെറുപയറും കൂട്ടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഞാനിത് വേറെ പാത്രത്തിലൊന്നും മാറ്റാമെന്നില്ല, ഇതിനകത്ത് തന്നെ എന്തൊക്കെ ഒഴിക്കാമെന്ന് ഓർത്ത് എനിക്കിതിനകത്തല്ല. ഞാൻ പിന്നെ അങ്ങനെ മാരകമായിട്ടുള്ള ഡയറ്റൊന്നും ഞാൻ നോക്കൂല കേട്ടോ. ഞാൻ പോർഷൻ ഡയറ്റാണ് മെയിൻലി നോക്കാറുള്ളത്. എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കും ക്വാണ്ടിറ്റി വെച്ചിട്ട്. നേരത്തെ ഞാനിപ്പോൾ ഒരു 4 ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 2 ഇഡ്ഡലി പ്ലസ് കറി കുറച്ച് കൂടുതലെടുക്കും. ഉച്ചയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഫുൾ നല്ല രീതിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ അമ്പലത്തിൽ സപ്താഹമായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് ചോറടിച്ച് കയറ്റി. അപ്പോൾ അതാണ് ഈ ആഴ്ച ഞാൻ ചോറ് ഒഴിവാക്കണത്, ജസ്റ്റ് ഒന്ന് സെറ്റായിക്കൊണ്ടിരാനായിട്ട്. ഇനി ഉത്രാടം ഓണത്തിന് ഞാൻ ചോറ് കഴിക്കാതെ വേറെ കാര്യം. അപ്പം കഴിച്ചില്ല പിന്നെ നമ്മൾ എപ്പോൾ കഴിക്കാനാണല്ലേ. അപ്പോൾ പോർഷൻ ഡയറ്റാണ് ഞാൻ നോക്കുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു 120 kg ഒക്കെ ഉണ്ടായതാണ്. നല്ല രീതിക്ക് എനിക്ക് വെയിറ്റിൽ കുറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര ഒഴിവാക്കും. പഞ്ചസാര ഒഴിവാക്കുന്ന പറയുമ്പോൾ പൂർണ്ണമായിട്ട് അങ്ങനെ ഒഴിവാക്കില്ല. ഇപ്പോൾ എനിക്കൊരു ദിവസം ഒരു ലഡു കഴിക്കണം തോന്നി കഴിക്കും, ഒരു ഗ്ലാസ് പായസം കുടിക്കണമെന്ന് ഞാൻ കുടിക്കും. അതത്രേ ഉള്ളൂ. ഇപ്പം കഴിക്കാണ്ട് പിന്നെ നമ്മളെപ്പോൾ കഴിക്കാനാണ്? ഞങ്ങളുടെ മുല്ലപ്പേരുടെ ഡാമും പൊട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തിന്നിട്ടെങ്കിലും പോയി എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും എനിക്ക്. ഇത് ദോശ അങ്ങനെ അത്ര സെറ്റാവാൻ ചാൻസ് ഇല്ല, കാരണം കുറച്ച് മുന്നെയാണ് ഞാൻ അരച്ച് വെച്ചത്. ഞാൻ കാണിച്ചു തരാം. എന്തായാലും ദോശയായി വന്നിട്ടുണ്ട്. ദോശയും മീൻകറിയും ഉപ്പേരി. അതാണ് ഉച്ചക്കത്തെ എൻ്റെ ലഞ്ച്. എന്താ ഞാൻ ആക്ച്വലി വെയിറ്റ് ലോസ് ജേണിയിൽ തുടങ്ങിയത് 2020 ആയപ്പോഴാണ് വെയിറ്റ് ലോസ് ജേണി തുടങ്ങിയത്. അപ്പോഴാണ് സീരിയസ് ആയിട്ടൊന്ന് വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ആദ്യം ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, സെറ്റായില്ല. പിന്നെ അതിന് ശേഷം ഞാൻ പേഴ്സണൽ ട്രെയിനിങ് എടുത്തു. പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് ഞാനന്ന് ഒരു 10 കിലോ കുറച്ച് വന്നതായിരുന്നു. 10 കിലോ കുറച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് കൊറോണ പിടിച്ച്. കൊറോണ അല്ലല്ലോ, ഒമിക്രോണോ വേറെ എന്തൊരു സാധനം ഉണ്ടായില്ല, അത് പിടിച്ച് ആകെ സീനായി. അപ്പോൾ പിന്നെ എനിക്ക് വർക്കൗട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ശ്വാസം മുട്ടലും ഇതൊക്കെയായിരുന്നു. അത് വന്ന ആൾക്കാർക്ക് അറിയാം എന്തൊക്കെയായിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ സാധനമൊക്കെ പിടിച്ച് ആകെ അലമ്പായി. ഡോക്ടർ ഫുഡൊക്കെ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ ഇൻടേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, കുറഞ്ഞ വെയിറ്റ് ടപ്പേന്ന് പറഞ്ഞ് കൂടി. അതിനുശേഷം പിന്നെ ഞാൻ അടുത്ത ഒരു കൊല്ലത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ ബ്രേക്ക് എടുക്കാൻ തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് ഉണ്ടാവണില്ല, 1/2 കിലോ പോലും കുറയാനില്ല. അപ്പം ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നത് എന്ത് പണ്ടാറാണ് ഇത്രയും ഡയറ്റ് എടുത്തു ഇല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ടൊന്നും എനിക്ക് 1/2 കിലോ പോലും കുറയാനില്ല എന്നുള്ള. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്, വെയിറ്റ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളത്. കാരണം വെയിറ്റ് ചിലർക്ക് ഭയങ്കര കൂടുതൽ ആയിരിക്കും, ബോൺ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് ഇവിടെ നിൽക്കും, പക്ഷെ നമുക്ക് ഇഞ്ചസ് ലോസ് ഉണ്ടാവും. ആ സെയിം ഇതാണ് എനിക്ക് പറ്റിയത്. വെയിറ്റ് സ്റ്റക്ക് ഓൺ ചെയ്തു, പക്ഷെ എനിക്ക് ഇഞ്ചസ് ലോസ് ആയി. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സാണ്. ഇതൊക്കെ നല്ല രീതിക്ക് എനിക്ക് ലൂസായി, ഇത്രയും ലൂസായിട്ടുണ്ട്. ഇഞ്ചസ് ലോസ് എനിക്കുണ്ടായിട്ടുണ്ട്, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. ഞാൻ വിചാരിച്ചു നേരിൽ കാണുന്ന ആൾക്കാരും പോയി പിടിച്ചു നിർത്തി വെയിറ്റ് നോക്കാനൊന്നും പോകണമെന്നില്ല. കാണുമ്പോഴത്തേക്കും നീ ഒതുങ്ങിയിട്ടുണ്ടല്ലോ, മെലിഞ്ഞിട്ടില്ലെന്ന് പറയാം. അപ്പോൾ എനിക്ക് ആ വിഷമമൊക്കെ മാറി. വെയിറ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ആദ്യത്തെ ട്രെയിനറും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ട് നീ വെയിറ്റ് മൈൻഡ് ചെയ്യണ്ട, നീ അല്ലാണ്ട് ഇഞ്ചസ് ലോസ് ഉണ്ടാവുമല്ലോ. കാരണം നേരത്തെ കണ്ട ആൾക്കാരൊക്കെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എടി നിനക്ക് നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്, നീ വണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഡയറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയർ ലോസ്. നല്ല രീതിക്ക് എനിക്ക് ഹെയർ ലോസ് ഉണ്ടായി. ഇഷ്യൂ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു, നല്ല രീതിക്ക് ഹെയർ ലോസ് ഉണ്ടായിട്ട് എനിക്ക്. ഇന്നത്തെ എൻ്റെ ലഞ്ചാണ് റാഗി ദോശ, മീൻ കറി,
ചെറിയ മുട്ട സ്ക്രാമ്പിൾ ആൻഡ് തോരൻ. അപ്പം ഞാനത് കഴിച്ചിട്ട് വരാം മക്കളെ, കഴിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ വെയിറ്റ് കുറച്ചതിൽ ട്രിം ആയത് ഇഞ്ചസ് ലോസ് ഉണ്ടായത് ഡയറ്റ് മാത്രം എടുത്തോണ്ടല്ലോ കേട്ടോ. ഒരു 30 to 45 minutes ഒക്കെ വർക്കൗട്ടും കൂടി ചെയ്യാമായിരുന്നു. എന്നിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ കിട്ടിയിട്ട് പോർഷൻ ഡയറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മെലിഞ്ഞില്ല എന്നാരും പറഞ്ഞുകൊണ്ട് വരരുത്. അതിൻ്റെ ഒപ്പം തന്നെ 30 to 45 minutes വർക്കൗട്ട് ഞാൻ ഈ പറഞ്ഞ കാർഡിയോ ചെയ്യും, സൂംബ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് എനിക്കിപ്പോൾ ഇത്രയും വ്യത്യാസം ഉണ്ടായത്. പിന്നെ ഷുഗർ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്തു. കഴിക്കാൻ കൊതി വന്നുമ്പോൾ മാത്രം ഞാൻ കഴിക്കും. ഇല്ലെങ്കിൽ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചായ പഞ്ചസാര ഇട്ട് കുടിക്കുമായിരുന്നു 2 നേരം വെച്ച്, അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലുമൊക്കെ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുള്ളൂ. അത് നിർത്തി, പഞ്ചസാര ഇട്ടുള്ള ചായ കൂടി നിർത്തിയപ്പോൾ തന്നെ നല്ല വ്യത്യാസം വന്നായിരുന്നു കേട്ടോ. പിന്നെ എന്താ, രാവിലെ ചിയാ സീഡിൻ്റെ വെള്ളം കുടിക്കും വെറും വയറ്റിൽ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ട്രിം ആയത്. ചിയാ സീഡ് കുടിച്ചിട്ട് മാത്രം വണ്ണം കുറയുന്നില്ല. ചിയാ സീഡ് കുടിക്കുമ്പോഴുള്ള ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈബർ റിച്ച് ആയത് കാരണം നമുക്കധികം വിശപ്പ് വന്നത്തില്ല. അപ്പോൾ അതാണ് വെറും വയറ്റിൽ കുടിക്കാൻ പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ 4 ഇഡ്ഡലി കഴിക്കുന്ന ആൾക്കാർ 2 ഇഡ്ഡലി പ്ലസ് കറി കഴിക്കും. ഉച്ചക്കത്തെ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറയും. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. അല്ലാണ്ട് ചിയാ സീഡ് കഴിച്ചുകൊണ്ട് ഞാൻ വണ്ണം കുറഞ്ഞു എന്നല്ല ഞാൻ പറയണത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ അറിവും. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഞാൻ ഒരു ദിവസം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെ പ്രൊസീജിയർ, എന്തൊക്കെ സ്റ്റെപ്പൊക്കെ ഞാൻ നോക്കി എന്നൊക്കെയുള്ളത്, ആരെ കൺസൾട്ട് ചെയ്തു, എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാനിടാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഉച്ചക്കത്തെ ഫുഡൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഗായ്സ്, അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എണീറ്റിട്ട് കുറച്ച് നേരമായി. കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. കാപ്പുടിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കണേ. ഇനി അച്ഛൻ വരാൻ വേണ്ടി മീറ്റിംഗ് ആണ്. പിന്നെ എന്താണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസിൻ്റെ ഇതിനകത്ത് ഞാൻ പോർഷൻ കൺട്രോൾ പ്ലസ് വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം, നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും വിഷമിക്കാൻ നിൽക്കരുത്. കീപ്പ് മൂവിങ് ഓൺ. യു ഷുഡ് കീപ്പ് മൂവിങ് ഓൺ. നമ്മൾ സ്വയം പറയുക വി ക്യാൻ ഡു ഇറ്റ്. പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും പറയണമെങ്കിൽ കേട്ടിട്ട് ഈ വഴി അങ്ങോട്ട് വിടുക. നമ്മൾ ഡെസ്പ് ആവാൻ നിൽക്കരുത്. എനിക്കൊക്കെ പറ്റിയ മിസ്റ്റേക്ക് അതായിരുന്നു. കാരണം നന്നായിട്ട് ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ വെയിറ്റ് കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ സങ്കടം പെട്ടുനിന്നിട്ടുണ്ടായിരുന്നു. മതി, ഞാൻ നിർത്താൻ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തിനും അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരമാണ്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ സ്നേഹിക്കുക. മറ്റുള്ളവരങ്ങനെ പലതും പറയും. ഈ ലോകത്ത് എല്ലാവരും ഒരേപോലെ അല്ല ജനിക്കുന്നത്. ചിലർക്ക് ഹൈറ്റ് ഉണ്ടാകും, ഹൈറ്റ് കുറവായിരിക്കും. വണ്ണം ഉണ്ടാകും, വണ്ണം ഉണ്ടാവില്ല. ഇപ്പോൾ വണ്ണം ഇല്ലാത്ത ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഒന്ന് വണ്ണം വെക്കണേന്ന് കൊതിക്കണത്. വണ്ണമുള്ള ആൾക്കാരെ വണ്ണം കുറയണേന്ന് വിചാരിക്കണം. കറുത്തിട്ടായിരിക്കും, വെളുത്തിട്ടായിരിക്കും. ഇറ്റ്സ് നെവർ മൈൻഡഡ്. സോ നമ്മളുടെ ശരീരം എന്താണെന്ന് നമ്മൾ ആദ്യം സ്നേഹിക്കുക. മറ്റുള്ളവർ പലതും പറയാനുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ പറയുകയായിരുന്നെങ്കിൽ, ഞാനൊക്കെ ഒരു ദിവസം ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്ന് പറഞ്ഞിട്ട്. അതിന് എൻ്റെ കോളേജിലൊരു സീനിയറായിട്ടുള്ള പുള്ളിക്കാരൻ വന്നിട്ട് കമൻറ്റ് ചെയ്തു, നീ ആദ്യം നിൻ്റെ വണ്ണം കുറയ്ക്കണം, എന്നിട്ട് നീ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്ന് പറ. നീ വണ്ണം കുറച്ചില്ല നിനക്ക് കല്യാണം, എൻ്റെ സെക്ഷൽ ലൈഫൊക്കെ ഭയങ്കര ബോറായിരിക്കും, നിനക്ക് പിള്ളേർ വരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ആ ഒരു പ്രായത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി. 3-4 ദിവസമൊക്കെ ഭയങ്കര കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടുകാർ ചോദിച്ചു എന്താ ഇഷ്യൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അതിൻ്റെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പം എനിക്ക് ഓർക്കുമ്പോൾ ചിരി തന്നെ. പിന്നെ അയാൾ പറഞ്ഞാൽ കേട്ടിട്ടല്ലേ ഇങ്ങനെ നിൽക്കണേന്നുള്ളത്. അതാണ് പറഞ്ഞത്, നമ്മളെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മളുടെ ശരീരം എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. എങ്ങനെ വേണം, തടി കുറയ്ക്കണോ വേണ്ടെന്നൊക്കെ നമ്മളുടെ ഇറ്റ്സ് അപ് ടു ആ ചോയ്സാണ് അല്ലേ. മറ്റുള്ളവരുടെ ചിലവൊന്നുമെല്ലാം നമ്മൾ നിൽക്കണം. നമ്മളുടെ ചിലവിൽ, നമ്മളുടെ ഭർത്താവിൽ നമ്മൾ ജോലിക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുക. നമ്മളുടെ ലൈഫാണ് നമ്മൾ എൻജോയ് ചെയ്യുക. ഒരിക്കലും മറ്റുള്ളവർ പറയാൻ കേട്ടിട്ട് വിഷമിച്ച് പണ്ടാറങ്ങാൻ നിൽക്കരുത്. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങളാണ്. ഇപ്പം എനിക്ക് നെവർ മൈൻഡ്, ഈ വഴിയായിട്ട് ഈ വഴി ഇടും, അത്രേ ഉള്ളൂ. ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആൾക്കാർ ഇൻസൾട്ട് ചെയ്യാതെ തടി കുറച്ചാൽ മതി അപ്പോൾ ഡ്രസ്സൊക്കെ കിട്ടുന്നുള്ളത്. ആ തുണിക്കടയിൽ ഡ്രസ്സ് ഇല്ലെങ്കിൽ നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ മതി, മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ കുറേ ട്രോമയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ബോഡി ഷേമിങ്ങിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെയൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചെന്നൊക്കെയുള്ളത്. അപ്പോൾ ഇപ്പം എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള സാധനങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ത്രൂ ഔട്ട് ദി ലൈഫ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, രാത്രിത്തെ ഡിന്നറിനുള്ള പരിപാടിയാണ്. ചെറുപയർ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുപയറും ഗോതമ്പ് നുറുക്കും കൂടി കുക്കറിലിട്ട് അടുപ്പിച്ചിട്ട് ഗോതമ്പ് നുറുക്ക് കഞ്ഞിയാണ് ചെയ്യുന്നത്. വ്ളോഗ് എടുക്കണമായിരുന്നു. ഇപ്പോൾ രാത്രി എപ്പോഴും കഞ്ഞിയാണ്, ഗോതമ്പ് നുറുക്ക് കഞ്ഞി. ഓരോ ദിവസം ചെറുപയറിടും, വൻപയറിടും. നേരത്തെ കുതിർത്ത് വെച്ചിട്ട് ഒരു 2-3 വിസിലടുപ്പിക്കും. അതാണ് രാത്രിത്തെ ഇവരുടെ ഫുഡ്. അപ്പോൾ ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ. ഉള്ള കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. നാളെ അപ്പമാണ് ഉണ്ടാക്കണത്, വെള്ളക്കടല അപ്പം. അപ്പത്തിനുള്ള മാവ് അരയ്ക്കണം. ഇത് മറ്റേ നെല്ല് പോലത്തെ സാധനം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ
ഇന്നത്തെ രാത്രിയുടെ പരിപാടി കഴിഞ്ഞതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട്. പിന്നെ നാളത്തേക്ക് വാഴച്ചുണ്ടൊന്ന് അരിഞ്ഞ് വെക്കണം. അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. എല്ലാം സെറ്റാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരാം. അപ്പോൾ രാത്രിത്തെ എൻ്റെ ഡിന്നർ ഗോതമ്പ് കഞ്ഞിയും ഇച്ചിരി അച്ചാറും മീൻകറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മുട്ട സ്ക്രാമ്പിളും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ നല്ലൊരു മുട്ട പപ്സ് ഉണ്ട്, നല്ല ചൂടുള്ള മുട്ട പപ്സ്. അതും കൂടി കഴിഞ്ഞതോടുകൂടി എൻ്റെ ഇന്നത്തെ ഫുഡ് കഴിഞ്ഞു. ഹേ കുട്ടീസ്, ഹേ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. രാത്രി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ്സ് ഇടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം, നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.